ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇന്ന് ഞാൻ സെൻസെക്സ് ആണ് ട്രേഡ്സ് എടുത്തത്. സോ സെൻസെക്സിൽ ട്രേഡ്സ് എടുക്കുന്ന സാഹചര്യത്തിൽ വളരെ അധികം മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇന്ന് മാർക്കറ്റ് തന്നിട്ടില്ല. നമ്മൾ നിഫ്റ്റിയുടെ കേസ് എടുത്താലേ നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സി കഴിഞ്ഞ 2 ദിവസമായിട്ട് നിഫ്റ്റി വളരെ കൺസോളിഡേറ്റിംഗ് ആണ്. പക്ഷെ നമ്മൾക്ക് ഇന്ന് ഒരു ഒറ്റ പോയിന്റിൽ മാത്രമേ ഇന്നൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. എക്സാക്ട്ലി അറ്റ് 2 PM. ഈ 2 PM നമ്മളുടെ ആ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് ഇവിടെ പ്രീമിയത്തിൽ ഒരു സ്പൈക്ക് കിട്ടിയത്. ഇവിടെ മാത്രമേ നമ്മൾക്കൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അതൊരു ഡിഫിക്കൽട്ട് ഫേസ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മാർക്കറ്റ് അധികം മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് 0.2% മാത്രമേ സെൻസെക്സിൽ ഒരു മൂവ്മെന്റ് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾ ഓപ്ഷന്റെ സൈഡിൽ നിന്ന് 35 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 35 റുപ്പീസ് യു കൻ സി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ 35 രൂപ എക്സാക്ട്ലി 35 റുപ്പീസ് ആണ്. 35 റുപ്പീസ് ഉണ്ടായിരുന്ന പ്രീമിയം 28 റുപ്പീസ് ആണ് അതിന്റെ ലോ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു 15 മിനിറ്റ് സമയം കൊണ്ട്. അവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന DK 7 റുപ്പീസ് ആയിരുന്നു. ഓൺ ദ അതർ ഹാൻഡ്, അതർ സൈഡിലോട്ടൊന്ന് നോക്കിക്കേ. 27 റുപ്പീസ് ഉണ്ടായിരുന്ന പ്രീമിയം നേരെ ഡബിളായി 51 പോയിരിക്കുന്നത്. സോ അവിടെ 24 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ 2 പ്രീമിയം DKസും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 17 പോയിന്റ്സ് ആയിരുന്നു. അങ്ങനെ വരാൻ നേരം 100 ലോട്ടുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യാതെ മാർക്കറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഏകദേശം 34,000 രൂപയുടെ MTM സ്വിംഗ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇറ്റ് ഈസ് നോട്ട് ലോസ്. കറക്റ്റ് എക്സാക്ട്ലി അത് ലോസ് അല്ല. പക്ഷെ MTM സ്വിംഗ്, MTM പോസിറ്റീവ് 1 ലാഖിൽ നിൽക്കുന്ന പൊസിഷൻ ആണെങ്കിൽ 34,000 രൂപ വരെ അത് പൊസിഷനിൽ നിന്ന് വിഡ്രോ കാണിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇങ്ങനത്തെ പ്രീമിയംസും ഇങ്ങനത്തെ ബ്രേക്ക് ഔട്ട്സും നമ്മൾ ഒരു ലെവല് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിന് അകത്ത് തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്ത് CPR ലെവലിന്റെ അവിടെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രീമിയംസ് കൃത്യമായിട്ടുള്ള DK നമുക്ക് ഇന്ന് പ്രൊവൈഡ് ചെയ്ത് തന്നേനെ. ഈ ഒരു പോയിന്റിൽ നിന്നാണെങ്കിലും ശരി നമ്മൾക്ക് ആ ഒരു DK കൃത്യമായിട്ട് കിട്ടിയേനെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഏകദേശം ഒരു 14 പോയിന്റ്സിന്റെ അടുത്ത് അഡീഷണൽ DK വരേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഇന്നത്തെ ഡേ നെറ്റ് 3 to 4 പ്രീമിയത്തിൽ മാത്രം നമ്മൾ ഡേ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം. സോ ഇങ്ങനത്തെ ദിവസങ്ങൾ വരാൻ നേരം കുറച്ച് കൺസോൾഡേറ്റിംഗ് ആയിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഒരു സിംഗിൾ പോയിന്റിൽ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ജമ്പോ കാര്യങ്ങളോ എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് കൺസിഡർ ചെയ്ത് നേരത്തെ നിൽക്കണം. ഇന്നൊരു ഷോർട്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ എക്സാക്ട്ലി ഈ പോയിന്റിന് മുമ്പ് തന്നെ ഞാൻ എന്റെ പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്തായിരുന്നു. ബിക്കോസ് ഇതിൽ കൂടുതൽ DK ഇന്നത്തെ ഒരു ദിവസം കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മേ ബി ബിക്കോസ് ഓഫ് ദ എക്സ്പീരിയൻസ്. അതുകൊണ്ടായിരിക്കും എനിക്ക് എക്സിറ്റ് ചെയ്യണമെന്ന് തോന്നിയത്. ഞാൻ യൂഷ്വലി 3:30 വരെ ഹോൾഡ് ചെയ്യുന്നതാണ്. ബട്ട് വാട്ട് ഹാപ്പൻ ഓൺ ലാസ്റ്റ് ഫ്രൈഡേ, അതാണ് എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കാര്യം കേട്ടോ. എന്തിനേം സീ ദിസ് ലാസ്റ്റ് ഫ്രൈഡേ ആഫ്റ്റർ 3, യൂഷ്വലി 3 മണിക്ക് ശേഷം നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ പ്രീമിയം കുറച്ച് DK ആകുകയാണ് ചെയ്യുന്നത്. പക്ഷെ 2 ദിവസവും പാകിസ്ഥാനുമായിട്ടുള്ള വാർഫിയേഴ്സും കാര്യങ്ങളും ഇപ്പൊ ഇല്ലെങ്കിലും ശരി, ആ ഒരു ടെൻഷൻസും കാര്യങ്ങളും എന്തായാലും അവൈൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രീമിയം ഹൈ നമ്മൾക്ക് 3 മണിക്ക് ശേഷം എടുക്കേണ്ടി വന്നു. യു ക്യാൻ സീ ദസ് 59 നിന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത് 75. ഇവിടെ 106 നിന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത് 130. 2 സൈഡിലോട്ടും പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ആ ഒരു റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രീമിയം ലോസ് ഉണ്ടാകാതിരിക്കാനും ഒരു എക്സ്പയറി ഡേ അല്ലാത്തത് കൊണ്ടും ഇന്ന് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് കീപ് ഇൻ യുവർ മൈൻഡ് വൈൽ ട്രേഡിംഗ്. എപ്പോഴും ട്രേഡ് ചെയ്യാൻ നേരം ഇങ്ങനത്തെ ഒരു ഡിഫറൻസും ഈ ഒരു പോയിന്റ് ഓഫ് ജമ്പും പ്രീമിയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു കീപ് എ നോട്ട് ഓഫ് ദിസ്. നാളെ എക്സ്പയറി ഡേ ആയിരുന്നു സെൻസെക്സിന്റെ. ഒരു പർട്ടിക്കുലർ വ്യൂ എനിക്ക് സെൻസെക്സിന്റെ പുറത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ എന്നാണ്. ഞാൻ ഒരു നോൺ ഡയറക്ഷണലി ട്രേഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. സപ്പോസ് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ശരി താഴത്തോട്ട് വന്നാലും ശരി ഞാൻ കീപ്പ് ഓൺ അഡ്ജസ്റ്റിംഗ്, മാർക്കറ്റിന്റെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ
അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കാറായിട്ടുള്ളത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ എൻ്റെ ചാർട്ടും വളരെ സിമ്പിൾ ആയിരുന്നു. ഞാൻ അഡീഷണൽ ടൂൾസോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റേഴ്സോ യൂസ് ചെയ്യാറില്ല. 2 ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് CPR ഇൻഡിക്കേറ്റർ ആണ്. മറ്റേ ഒന്ന് RSI ആണ്. RSI യൂഷ്വലി ട്രേഡിംഗ് സമയത്ത് ഞാൻ നോക്കാറില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന്റെ മുമ്പ് മാത്രമാണ് RSI ഇൻഡിക്കേറ്ററിന്റെ ഒരു റിലവൻസ് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഞാൻ CPR കുറച്ച് റിലേ ചെയ്യാറായിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ ലെവൽസ് തന്നെയാണ്. ഞാൻ സെൻസെക്സ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഓരോ 200 പോയിന്റ്സും എഗെയിൻസ്റ്റ് ഞാൻ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്രോസ് ചെയ്യുന്നതും അതിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ ട്രേഡ്സിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നടത്തുന്നത്. അത് പ്യുവർലി ഡിസ്ക്രിഷണറി അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നടത്താറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഡിസ്ക്രിഷണറി ട്രേഡർ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് യൂഷ്വലി അറിയായിരിക്കും. അക്കോർഡിംഗ് ടു മാർക്കറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് എന്റെ വ്യൂസും മാർക്കറ്റ് ചേഞ്ച് ആവാറുണ്ട്. അങ്ങനെയാണ്. ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് കംസ് ഡൗൺ, തിരിച്ച് മാർക്കറ്റ് മേലോട്ട് കയറി പോവാന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എന്റെ കോൾ ഓപ്ഷൻസിൽ പൊസിഷൻസ് കുറച്ചുകൊണ്ട് വരികയും പുട്ട് ഓപ്ഷൻസിൽ പൊസിഷൻസ് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. ആ ഒരു രീതിയിലാണ് മാർക്കറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറ്. സോ ദിസ് ഇസ് ഹൗ ഐ യൂഷ്വലി ട്രേഡ് ഇൻ ദ മാർക്കറ്റ്. ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർലി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് എനിവൺ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത കാര്യം പറയായിരുന്നു. ആരുടെയെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് സ്റ്റൈലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. രതീഷ്, കിരൺ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? രതീഷ്? ഇല്ല 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 ഓക്കെ. കിരൺ? ഇല്ല സാർ, ഇല്ല, ചോദിക്കാനില്ല. ഓക്കെ. സാംസങ് എനിത്തിങ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നും എൻ്റെ ഒരു അപ്രോച്ച് രീതികളോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടോ? എനി ഡൗട്ട്സ്? രതീഷ് എങ്ങനെയായിരുന്നു ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിലെ? ഞാൻ ഇത് ജസ്റ്റ് ചെറിയ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആക്ച്വലി ഞാൻ സെറോദയിൽ ഇങ്ങനെ ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ഇൻട്രാഡ ചെയ്യുന്നുണ്ട്. ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ അത് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ സാറിന്റെ അടുത്ത് ഇങ്ങനെ അത് കണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളോട് ചെയ്തത് ഇങ്ങനെ. ഓപ്ഷൻസിലാണോ രതീഷ് അപ്പൊ ട്രേഡ് അങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ആ കമന്റിൽ ഇങ്ങനെ ഒരു വെബിനാർ ഉണ്ട്. അല്ല, ഓപ്ഷൻസ് അല്ല, ഓപ്ഷൻസ് എനിക്ക് അറിയില്ല. ഞാന് സാധാരണ സ്റ്റോക്സ് ചെയ്യുന്നത്. സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്ത് മാറും അല്ലേ? അതെ 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 നോർമൽ സ്റ്റോക്സ് ചെയ്യുന്നത്. ഓപ്ഷൻസ് അതൊന്നും അറിയത്തില്ല എനിക്ക്. അപ്പൊ അത് ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. ഞാൻ സാറിന്റെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ വന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വരുമ്പോ ഇത് ഞാനൊരു ഒരു കോഴ്സ് ബാച്ചായിട്ട് ഒരു ഒറ്റ ബാച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് 16 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ബാച്ചായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാര്യം വേറെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ പോകുന്നത് കൊണ്ട് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും പഠിപ്പിച്ചു തരാനായിട്ട് എങ്ങനെ ഇത് ചെയ്യാമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ഇത് ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു. സോ എനിക്ക് കിട്ടിയ ഒരു ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത് ലാസ്റ്റ്ലി ഇപ്പൊ എല്ലാവരുമായിട്ട് നിങ്ങളുടെ കൂടെ ഡെയിലി ഒരു 40-45 മിനിറ്റ്സ് എനിക്ക് ഇതേപോലെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഡെയിലി ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അതുണ്ടെങ്കിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ എന്നോട് സംസാരിക്കാനോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ അതൊരു ഫയേഴ്സിന്റെ ഒരു സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ അതിന് ഉപരിയായിട്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാലോ എന്ന് കരുതി അതാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഡെയിലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതേപോലെ ട്രേഡിംഗ് സംബന്ധമായിട്ട് വരികയോ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സിൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഡെയിലി എന്നോട് ചോദിക്കാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് ഇതേപോലെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. സോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഒരുപാട് പേരുടെ സജഷൻസ് കിട്ടിയായിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ യൂഷ്വലി നമ്മൾ 4 പേരെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഡെഫിനറ്റ്ലി വേറെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം, പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത എനിക്ക് പറയാനായിട്ടുള്ള അടുത്ത സെക്ഷനുമായിട്ട് ഞാൻ പോകായിരുന്നു. കിരൺ എന്തെങ്കിലും നമുക്കിത് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്? എങ്ങനെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ഉദ്ദേശിക്കാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇല്ല രതീഷ്, അത് ഉടനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അത് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളെ.
അതെന്താണെന്നറിയോ റിഷാൻ, അത് ബേസിക്സ് അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മാർക്കറ്റ് അവേഴ്സിൽ ഞാൻ എടുക്കുന്ന ട്രേഡുകളും അതേപോലെ തന്നെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പൊസിഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. സോ ഫയേഴ്സിന്റെ ഗ്രൂപ്പ് ആകുമ്പോൾ തന്നെ ഫയേഴ്സിന്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിർബന്ധമായിരുന്നു. അതും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കണമെന്നേ അതിനകത്ത് ഉള്ളൂ. വേറെ ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ല, വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫ്രീ ആയിരുന്നു. പക്ഷെ ഇതായിരുന്നു അതിനകത്ത് വരുന്ന ഒരു ക്രൈറ്റീരിയ, ഫയേഴ്സിന്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിരുന്നു. അതിനെ പറ്റിയിട്ട് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണൽ ഒരു മെസ്സേജ് ഇട്ടാലും മതി. സോ നാളെ ആരെങ്കിലും എക്സ്പയറി ഡേ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നോ ഈ കൂട്ടത്തില്? എനി പ്ലാൻസ്? സാർ എക്സ്പയർഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രൂപ്പിൽ ഇപ്പൊ ലൈവായിട്ട് വരുന്നത്. ജസ്റ്റ് ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോ നാളെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബൈങ്ങിലാണ്, സെല്ലിങ്ങിലല്ല. ആ. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോ ഗുഡ്. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബൈങ്ങിലാണ്. കൂടുതലും ഞാൻ EMA സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഉം. EMA സ്ട്രാറ്റജിയും പിവോട്ടും പിന്നെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ വെച്ചുള്ള ഒരു ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പലതും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. ആ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിലോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആ. അപ്പൊ നിലവിൽ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഞാനിപ്പം ഫോക്കസ് ചെയ്യുന്നത്. ഉം. അപ്പൊ സാറ് ഏത് സ്ട്രാറ്റജി ആണെന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇപ്പൊ കെയർ ചെയ്തേ ഉള്ളൂ. ഏത് സ്ട്രാറ്റജിയാണ് സാറ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? CPR-ഉം പിന്നെ ഈ പറയുന്ന പോലെ വേറെന്തോ ഒരു ഇത് ഇല്ല, കണ്ടായിരുന്നല്ലോ. RSI അല്ലെങ്കിൽ RS ഇൻഡിക്കേറ്റർ. RSA അല്ലേ? പക്ഷെ ഇല്ല. RSA നല്ലൊരു സിഗ്നൽ ആണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ സാറ് പറയുന്നത് മാർക്കറ്റിന് മുന്നേ മാത്രം RSA യൂസ് ചെയ്തു, മാർക്കറ്റിന് ശേഷം RSA യൂസ് ചെയ്യൂല എന്ന് പറയുന്നത്, അത് ശരിക്കും RSA എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ലേ? അതെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ സാധാരണ വീക്ക് സിഗ്നലിൽ എത്തുമ്പോഴാണ് സാധാരണ കൂടുതൽ സെല്ല് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അതായത് എനിക്ക് തോന്നുന്ന ഒരു 30 അല്ലെങ്കിൽ 40 ഒക്കെ എത്തുമ്പോൾ ഇതിന്റെ സിഗ്നൽ സ്വാഭാവികമായിട്ട് സ്ട്രെങ്ത് കൂടും. അപ്പൊ 30ക്ക് താഴെ വരുമ്പോഴാണ് സാധാരണ സെല്ല് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്റെ ഒരു അനുഭവം വെച്ചിട്ട്. അപ്പൊ സാർ അതെന്ത് പറ്റി നോക്കാത്ത? സാധാരണ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഈ RSA കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് സ്ട്രെങ്ത് വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഒരു നല്ലൊരു ഓപ്ഷൻ അല്ല ശരിക്കും പറഞ്ഞു. RSA ആ സമയത്ത് ലൈവായിട്ട് നോക്കുന്നത് സ്ട്രെങ്ത് ബിൽഡപ്പ് ചെയ്താ പണി കിട്ടത്തില്ലേ? കയറി അങ്ങ് ഷൂട്ടപ്പ് ചെയ്താരാ? അതെ കിരൺ, ചോദിച്ചത് നല്ല ചോദ്യമാണ് കേട്ടോ. കാര്യം ഇപ്പോൾ ഇന്നത്തെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. യൂഷ്വലി ഞാൻ എന്തുകൊണ്ടാണ് RSI റിലൈ ചെയ്യാത്തതെന്ന് പറഞ്ഞുതരാം. എനിക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ആദ്യത്തെ ട്രേഡുകൾ എപ്പോഴും എടുക്കാൻ ശ്രമിക്കാറുണ്ട് അറ്റ് 9:15. അപ്പൊ സപ്പോസ് ഇവിടെ ആയിരുന്നു മാർക്കറ്റ് ഓപ്പൺ എങ്കിൽ നമുക്ക് RSI ലെവല് ഏകദേശം ഒരു 70ക്ക് മേളിൽ കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സ്ട്രെങ്ത് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നും മാർക്കറ്റിന് സെൽ ഓഫ് നടക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണെന്ന് മനസ്സിലാക്കാം. സോ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഡിസ്ക്രിഷണറി ട്രേഡർ ആയിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് കോൾ ഓപ്ഷൻ സെല്ല്, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും ശരി, ഞാൻ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ടേ കൂടുതലും പ്രിഫർ ചെയ്യത്തുള്ളൂ. കാര്യം മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. സോ സപ്പോസ് ഞാൻ എൻ്റെ ആദ്യത്തെ ട്രേഡ് എടുത്തെന്ന് കരുതുക. സപ്പോസ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം, കുറച്ചും കൂടെ മനസ്സിലാക്കാൻ. ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. സപ്പോസ് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും ശരി, നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് 83,400 എന്ന് പറയുന്ന സ്ട്രൈക്ക് ഇവിടെ 160 രൂപയിൽ ഓപ്പൺ ആയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹയർ പ്രീമിയത്തിലായിരിക്കും ഈ പ്രൈസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ താഴത്തേക്കുള്ള ഈ പ്രൈസിന്റെ DK കുറച്ചും കൂടെ ഹയർ ആകാനും ആ ഒരു പൊസിഷനിൽ നിന്ന് പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മാത്രമേ RSI ഇൻഡിക്കേറ്ററിനെ റിലേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞത്. സപ്പോസ് ഞാൻ ഒരു സൈഡിൽ മാത്രമല്ല ഞാൻ എൻ്റെ ട്രേഡ്സ് എപ്പോഴും എടുക്കാറ്. ഈ ഒരു പൊസിഷനിൽ ഇൻ കേസ് ഇപ്പൊ മാർക്കറ്റ് ഞാൻ ഇവിടെ 160 ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മേലോട്ട് പോകുകയെന്ന് കരുതുക. ഞാൻ അറ്റ് ദ വെരി മൊമെന്റ് ഞാൻ നേരെ പുട്ട് ഓപ്ഷനിലും പോയി അതേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ ബൈങ് ആണോ സെല്ലിംഗ് ആണോ സാർ ആ സമയം എക്സിക്യൂട്ട് ചെയ്തത്? സെല്ലായിരിക്കും കയറും.
സെല്ലാണല്ലേ? അതെ അതെ, ഞാൻ ഓക്കെ ബൈയുടെ പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്, ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നതെല്ലാം സെല്ലിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും കേട്ടോ. Right. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നേരെ ആ ഒരു സാഹചര്യത്തിൽ പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്യുകയും ഈ ഒരു റിസ്കിനെ ഞാൻ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സപ്പോസ് ഇത് കാരണം എന്തുകൊണ്ട് ആ സമയത്ത് പുട്ട് ബൈ ചെയ്യാത്ത കാര്യം എന്താ? പുട്ട് സെല് ചെയ്യുന്ന കാര്യം എന്താ ശരിക്കും പറഞ്ഞ? ഒന്നുകൂടെ ഒന്ന് സാർ ബൈങ്ങിട്ട് കൺസിഡർ ചെയ്യാത്ത കാര്യം എന്താ ശരിക്കും പറഞ്ഞ? അതല്ലേ കുറച്ചും കൂടെ നമുക്ക് മീൻസ് എമൗണ്ട് കുറവല്ലേ? പുട്ട് സെല് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് വരത്തില്ല. ആൾമോസ്റ്റ് പ്രത്യേകിച്ചും ഇന്ത മണി അല്ലേ സാർ എടുക്കുന്നത്? ഔട്ട് ഈ ഓഫ് ദ എനിക്ക് മണി തോന്നുന്നു ആയിരിക്കും. 100 പോയിന്റ്സിന് ഇത് ഏത് സെൻസസ് ആണ് സാർ എടുക്കാൻ പോകുന്നത്? സെൻസസ് ആണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ഈ പറയുന്ന 120 എത്ര പ്രൈസിന്റെ സാർ എടുക്കുന്നത് അല്ല, ഇൻ ദ മണി? അത് ഡിപ്പെൻഡ് ചെയ്യും കിരൺ. സപ്പോസ് ഓരോ ദിവസവും അല്ലെങ്കിൽ എക്സ്പയറിക്ക് എത്ര ദിവസങ്ങൾ വ്യത്യാസമുണ്ട്, ആ രീതിയിൽ നമ്മളുടെ കംപ്ലീറ്റ് ട്രേഡിങ്ങും നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രൈക്കിലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇന്നായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരു 150 റുപ്പീസിന്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാറ്. കാര്യം ഒരു ദിവസമേ ഉള്ളൂ നമ്മൾ എക്സ്പയറിയിലേക്ക്. ഓക്കെ 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 ഓക്കെ, ഓക്കെ. അത് മനസ്സിലാക്കിരാം. ഞാൻ എന്തുകൊണ്ടാണ് ബൈ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പർട്ടിക്കുലർലി കംഫർട്ടബിൾ സെല് ചെയ്യാൻ തന്നെയാണ്. ഈ തീറ്റ ഡി കെ എന്ന് പറയുന്ന ഒരു എഡ്ജ് എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി സെല് ചെയ്യാനായിട്ടാണ് വളരെ കംഫർട്ടബിൾ. സെല്ലിങ്ങിൽ പൊസിഷൻസ് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ആ ഒരു സാറേ രീതി. മാർക്കറ്റ് ഓപ്പണിംഗിൽ സ്പെഷ്യലി ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലല്ലേ? അപ്പൊ ആ Yeah. സമയത്ത് തീറ്റ അടിക്കുക എന്ന് പറയുന്നത് അത് റിസ്ക് അല്ലേ ഇങ്ങനെ ഓപ്പണിംഗ് ടൈമില് ഇങ്ങനെ എടുക്കുന്നത്? പക്ഷെ സാർ അറ്റ് ടൈം രണ്ട് ഒരേപോലെ എടുക്കും. കോൾ ബുട്ടും എടുക്കുമല്ലേ അറ്റ് ടൈമില് അതെ, അനുസരിച്ചിട്ടല്ലേ? സപ്പോസ് ആ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 160 റുപ്പീസാണ് നമ്മളുടെ പ്രീമിയം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 160 മേളിലോട്ട് പോവോ താഴത്തോട്ട് വരുവോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ പോകുന്നത്. അറ്റ് എ ടൈം സാറിന് എത്ര പ്രോഫിറ്റ് കിട്ടി? ഇന്ന് ഇന്ന് ഞാൻ ആ റീൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് അതിനകത്ത് മെൻഷൻ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നോക്കാം. ഓക്കെ സാർ. സബ് ഓക്കെ ശരി സാർ, മനസ്സിലായി. ഓക്കെ, സാറിന്റെ സ്ട്രാറ്റജി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി സാർ. സെല്ലിങ് ഇങ്ങനെ എടുക്കുന്നത് സാർ അപ്പൊ ഓപ്പണിംഗിൽ മാത്രമേ എടുക്കത്തുള്ളൂ? പിന്നെ അങ്ങ് എത്ര നേരം ഹോൾഡ് ചെയ്യും? ഇല്ല, ഇത് കംപ്ലീറ്റ്ലി 330 വരെ ഈ പൊസിഷൻസും കാര്യങ്ങളും എല്ലാം ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കിരൺ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതിനകത്തെ വോളറ്റാലിറ്റിനെ പറ്റി ചോദിച്ചില്ലേ. ഈ ഒരു പ്രൈസ് കണ്ടോ, ഇത് 64 റുപ്പീസിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. സി, നേരെ അതിന്റെ ലോ ജസ്റ്റ് 10 മിനിറ്റ്സ് കൊണ്ട് അതിന്റെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 42 ആണ്. നമ്മൾക്ക് ആദ്യത്തെ 20 മിനിറ്റ്സ് കൊണ്ട് 10 മിനിറ്റ്, ഇത് 5 മിനിറ്റ്സ് ആട്ടായിരുന്നു കേട്ടോ നിങ്ങൾ കാണുന്നത്. 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഏകദേശം 20 പോയിന്റ്സിന്റെ അടുത്തുള്ള ഡി കെ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് കുറച്ച് കൺസോളിഡേറ്റിംഗ് ആണ്. എന്നാൽ കൂടി നമുക്ക് മാർക്കറ്റ് എൻഡ് ചെയ്തപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഡേ നമ്മൾ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ 50 റുപ്പീസിന്റെ ഡി കെ അതിനുശേഷം നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. സോ ആദ്യത്തെ മിനിറ്റുകളിൽ ട്രേഡ് എടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് ഇവിടെയായിരുന്നു വരുന്നത്. നമ്മൾക്ക് വരുന്ന തീറ്റ ഡി കെ എന്ന് പറയുന്നത് അത് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. ഡയറക്ഷൻ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ്സിലേക്ക് അത് പോകാനായിട്ട് പറ്റും. അണ്ടർസ്റ്റുഡ്? ഓ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ സാർ പറഞ്ഞത് ഈ ഓപ്പണിംഗിൽ ഈ ഒരു മെത്തേഡ് ഭയങ്കര എഫക്റ്റീവ് ആണ് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ, പ്രത്യേകിച്ച് എക്സ്പയറി തലേന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഇതാണോ? അതോ എക്സ്പയറി എല്ലാ ഡേറ്റും ഡേയിലും ഈ ഇല്ലില്ല, എക്സ്പയറി ഡേ തലേന്നും അല്ലേ? എല്ലാ ഡേയിലും ഇത് വർക്കൗട്ട് ആവത്തില്ല. യൂഷ്വലി ആ 1 DT-യും 0 DTs-ഉം എക്സ്പയറിയുടെ തലേ ദിവസം അതിന്റെ പിറ്റേ ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ട്രേഡ് ചെയ്ത് പോവാവുന്നതാണ്. പക്ഷെ ഇൻ കേസ് നമ്മളുടെ മാർക്കറ്റ് നമുക്ക് എഗെയിൻസ്റ്റ് പോവാം കേട്ടോ, അതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ല. മാർക്കറ്റ് ഇതേപോലെ നമുക്ക് എഗെയിൻസ്റ്റ് പോവാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പുട്ട് ഓപ്ഷനിൽ നിന്ന് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓ ഓ ഓ. അപ്പൊ സാർ സ്റ്റോപ്പ് ലോസ് വെക്കൂല? ഇത് ഇല്ല, രണ്ടും അഡ്ജസ്റ്റ് ചെയ്യും? ഇല്ല, എന്റെ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവത്തില്ല. സ്റ്റോപ്പ് ലോസ് വെക്കാതെയാണ് ട്രേഡ് ചെയ്യാറ്. ഇൻ കേസ് യൂഷ്വലി കോളും പുട്ടും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, അതെ മനസ്സിലായി അതെ, മനസ്സിലായി. മനസ്സിലായില്ലേ. ഉം. അപ്പോ മനസ്സിലായി. ഈ ഈ രീതിയിലായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പൊ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ. എനിക്ക് തോന്നുന്നു മീറ്റിംഗ് എൻഡ്സ് ഇൻ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നു. 10 മിനിറ്റും കൂടെ കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല എന്താ സംഭവം. സൂമിലല്ലേ അതെ അതെ, സ്റ്റാർട്ടിങ് അത്ര കിട്ടുമെന്ന് തോന്നുന്നു. അത് പെയ്ഡ് വെർഷനില. പിന്നെ ഇതല്ല, അതല്ലാതെ
10 മിനിറ്റ്സ് അല്ല 1 അവർ കിട്ടുമല്ലോ സാറേ. 1 അവർ കാണിക്കുന്നില്ല. നമ്മൾ 6 o'clock സ്റ്റാർട്ട് ചെയ്തത്. 6:30 ആകാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എന്താന്ന്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ആ ഞാൻ എന്തായാലും നേരത്തെ ഓക്കെ. പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ട്രേഡ്സോ കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഞാൻ ലിങ്ക് ഗ്രൂപ്പുകളിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. ജസ്റ്റ് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ ഒരു ഡിസ്കഷൻ സാറിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാറേ? എൻ്റെ ഇത് 5th ഇയർ ആണ്. 5 ഇയർ, 5 ഇയർ, 5 ഇയർ ആ, അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഫുൾ ടൈം ആണോ സാർ അതോ? ഫുൾ ടൈം ട്രേഡർ ആണ്. എനിക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. സോ അതിന്റെ കൂടെ തന്നെ എനിക്ക് ഓഫീസിൽ ഇരിക്കാൻ നേരം ട്രേഡ് ചെയ്യാനായിട്ടുള്ള സമയവും ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. സോ അങ്ങനെ ഇത് പഠിച്ച് ട്രേഡിംഗിലേക്ക് വന്നത്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. റൈറ്റ്. കിരൺ എങ്ങനെ പോകുന്നു ഈ മന്ത്? ഞാൻ ശരിക്കും ഈ മന്ത് ഞാൻ വലുതായിട്ട് ട്രേഡ് ചെയ്തിട്ടില്ല, കാരണം ഞാനിപ്പം വർക്ക് ചെയ്യുകയാണ്. ഞാൻ അസിസ്റ്റന്റ് ഓ, പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ. ഓ, അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 11,000 7,000 ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ആ പിന്നെ ലോസും അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ ലോസ് ഞാൻ അതുപോലെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ മൊത്തം പറഞ്ഞില്ല, ആദ്യം എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5 lakhs 6 lakhsോളം എനിക്ക് ഓ, ലോസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇനിഷ്യൽ ഡേ മീൻസ് അപ്പൊ അത് പതുക്കെ 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 ഇങ്ങനെ മേക്ക് ഓവർ കൊണ്ടുപോവുകയാണ്. എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ട്, ഇത് പറ്റും എന്നുള്ളൊരു കോൺഫിഡന്റ്. അതാണ് 5 വർഷമായിട്ടും വിടാതെ ഇങ്ങനെ അനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ That ഞാൻ means ക്ലാസ്സുകളിൽ ഞാൻ അങ്ങനെ കൂടുതൽ റെക്കോർഡിംഗ് ക്ലാസ്സാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. ഓ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെന്ററിന്റെ അടുത്ത് ലൈവായിട്ട് സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ്, അവസരം കിട്ടിയില്ല. അപ്പോഴാണൊന്ന് ഞാൻ ചോദിക്കാന്ന് ജസ്റ്റ് വിചാരിച്ചു. ബൈയിങ്ങിന്റെ ഒരു സെറ്റപ്പ് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്താൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഒരു എക്സല്? ഹലോ, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ കാണാൻ പറ്റുന്നു. പറ്റും. ഫൈൻ. സി കിരൺ, ഇതിനകത്ത് കിരണിന്റെ ക്യാപിറ്റൽ എന്താണെന്ന് അറിയത്തില്ല. ഐ തിങ്ക് കുറച്ച് സമയം കൂടെ ഉള്ളു. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇത് എങ്ങനെയാണ് ട്രേഡ് ഞാൻ ചെയ്യേണ്ടതെന്ന് എടുത്തിട്ടുണ്ട്, പറഞ്ഞു. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഫൈൻ. ഇത് ഇപ്പൊ സപ്പോസ് നമ്മളുടെ ക്യാപിറ്റൽ 10,000, ഇത് ബൈയിങ് സെറ്റപ്പ് ആയിരുന്നേ. ഇറ്റ് ഈസ് എ ബൈയിങ് സെറ്റപ്പ്. ഓക്കെ, നമ്മളുടെ ക്യാപിറ്റൽ 10,000 ആണെന്ന് കരുതുക. നമ്മളുടെ അക്കൗണ്ടിൽ ഹോൾഡബിൾ വാല്യൂ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് അതിന്റെ ഡിവൈഡഡ് ബൈ 3 ആയിരുന്നു. 3,000 റുപ്പീസ് മാത്രമേ നമ്മൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാവൂ. അതിനകത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ 1,100 റുപ്പീസിന് മാത്രമേ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാവൂ. ഓക്കെ 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 ഓക്കെ. അതിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് അത് മാക്സ് മാക്സിമം മാത്രം പോകാനേ സാധ്യത ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ ഒരു എമൗണ്ടിന് മാത്രമേ നമ്മൾ ആദ്യത്തെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവൂ. അതിന് പറ്റുന്ന പ്രീമിയംസും അതിന് പറ്റുന്ന സ്റ്റോപ്പ് ലോസസ് മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യത്തുള്ളൂ. സോ 370 റുപ്പീസ് ആയിരിക്കും നമ്മളുടെ അതിനകത്ത് വരുന്ന സ്റ്റോപ്പ് ലോസ്. മാക്സിമം ലോസ് അത്രയും രൂപയ്ക്കാണെങ്കിൽ അത് റിസ്ക് കൂടുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ. ഇത് 1,100 ലെവൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അത്രയും നമുക്ക്, കാരണം നമുക്ക് ഓപ്ഷൻ ബൈ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ്. അതെ അതെ. നമുക്ക് മാക്സിമം ട്രേഡ് എടുക്കുക, നമുക്ക് എക്സിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് നമുക്ക് നോക്കുന്നത് അതെ. മാക്സിമം. അപ്പൊ ഇതിനകത്ത് എങ്ങനെ പോയാലും ഞാൻ അറ്റ് എ ടൈം ഇറക്കുന്നത് മാക്സിമം 20,000 30,000 അറ്റ് എ ടൈം ഇറക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ക്യാപിറ്റൽ റേഞ്ച് എവിടെ വരും എന്നൊന്ന് പറഞ്ഞുതരാം. സപ്പോസ് ഇഫ് യു കുഡ്. ഞാൻ ആക്ച്വലി എന്റെ ഇപ്പൊ കറന്റ് ക്യാപിറ്റൽ 60,000 ഒക്കെയാണ് വരുന്നത്. 60,000. സോ സപ്പോസ് അങ്ങനെയാണെങ്കിൽ പെർ ട്രേഡില് ഈ ഒരു എമൗണ്ടിന് ആയിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത് 2,222 റുപ്പീസ്. സ്റ്റോപ്പ് ലോസ് 700. ഓൾമോസ്റ്റ് മാക്സിമം ലോസ് ഒരു ട്രേഡിൽ 1.23%. അങ്ങനെ വരാൻ നേരം ഇതിനകത്ത് സംഭവിക്കുന്ന ബെറ്റർ തിങ് ഇസ് ദാറ്റ് യു വിൽ ഗെറ്റ് മച്ച് ഹയർ സ്റ്റോപ്പ് ലോസസ്. ബൈ ചെയ്താലും ശരി, ഹയർ സ്റ്റോപ്പ് ലോസസ് കിട്ടാനായിട്ടുള്ള ഞാൻ ആക്ച്വലി എന്റെ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത്, ഞാൻ അറ്റ് എ ടൈം ഇപ്പം 50,000 ഇറക്കിയാൽ എന്റെ സ്റ്റോപ്പ് ലോസ് 2,000. ആ പർട്ടിക്കുലർ എമൗണ്ട് എന്റെ സ്റ്റോപ്പ് ലോസ് 2,000. ടാർഗറ്റ് ഇങ്ങനെ പോയാൽ ഒരു 5,000 6,000 അങ്ങനെ. അത് പെട്ടെന്ന് 2,000 അടിച്ചാൽ തന്നെ ഞാൻ അപ്പൊ തന്നെ അങ്ങ് അത് ക്ലോസ് ചെയ്യും. ഞാൻ പിന്നെ കൂടുതൽ ഹോൾഡ് ചെയ്യത്തില്ല, കാരണം ഞാൻ ആ ഒരു രീതിയിലാണ് പൊസിഷൻ എടുക്കുന്നത്. അപ്പോ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഞാനൊന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് പ്രോഫിറ്റ് നമുക്ക് എത്ര വേണേലും ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് ഒരു പ്രശ്നമില്ല. പ്രോഫിറ്റിൽ ഹോൾഡ് ചെയ്യുക. ലോസ് എപ്പോഴും ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് കട്ട് ചെയ്ത് പോകാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര നാൾ വേണേലും മാർക്കറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതൊരു ബൈയിങ് ക്രൈറ്റീരിയ ആണ്. അതുകൊണ്ട് കിരൺ പറഞ്ഞു തന്നതായിരുന്നു. ജസ്റ്റ് ശ്രമിച്ചോ. ഓക്കെ കിരൺ. ഓക്കെ, ഐ തിങ്ക് ദ ടൈം ഇസ് അപ്പ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും
ക്വിക്കായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ലെറ്റസ് വൈൻഡ് അപ്പ് ദിസ്. ഓക്കെ, സോ ഇത് ബൈ ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കം ബാക്ക് ചെയ്ത് പിന്നെ നാളെ ഇത് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഗ്രൂപ്പിലോ വാട്സപ്പിലോ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ബി ക്ലിയറിംഗ് ഇറ്റ് ഔട്ട് ഫോർ യു ഗൈസ്. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ കാണാം. ഓക്കെ.